വാട്സപ്പിലൂടെ ലഭിച്ച ചോദ്യമാണ്. ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന മാലകളും ഹാരങ്ങളും ഒക്കെ വീട്ടിലെ പൂജാമുറിയിലെ ചിത്രങ്ങളിലോ പ്രതിമകളിലോ ഇടുന്നതിൽ തെറ്റുണ്ടോ? ക്ഷേത്രങ്ങളിൽ നമ്മുടെ വഴിപാടുകൾ നടത്തുമ്പോൾ പ്രസാദം കിട്ടാറുണ്ട്. ചിലയിടങ്ങളിൽ ഹാരം മാലകളൊക്കെ നൽകാറുണ്ട്. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ദിവസം തൂക്കിയിട്ട് പിറ്റേ ദിവസം അത് നമ്മുടെ ഒഴുക്ക് വെള്ളത്തിലിടുകയോ കന്നിമൂലയിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. നിർമാല്യം എന്ന് പറയുന്നത് ദേവതാ പ്രസാദമാക്കിയ കാര്യങ്ങളാണ്. പിന്നീട് ദൈവിക ചൈതന്യങ്ങളിൽ അതുകൊണ്ട് ചാർത്താറില്ല, നിർമാല്യ വസ്തുക്കൾ ചാർത്താറില്ല. നമ്മൾ ഭക്തിയോടുകൂടി സ്മരിക്കുന്ന ചിത്രങ്ങളിലും പ്രതിമകളിലും നമ്മളിത് കൊണ്ടൊന്ന് ചാർത്തേണ്ടതില്ല. എന്നാൽ ചാർത്തി എന്ന് പറഞ്ഞ ദോഷവും ഉണ്ടാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേക ചൈതന്യം കുടികൊള്ളുന്നില്ല. നമുക്കൊരു രൂപം വേണം എന്നുള്ളതല്ലാതെ അതിനകത്ത് നമ്മൾ ചൈതന്യങ്ങളെ ആവാഹിച്ചിരുത്തുന്നൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളൊരു വിശ്വാസത്തിൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുമ്പം നമ്മളത് പൊതുവിൽ ചിത്രങ്ങളിലൊക്കെ കൊണ്ടുവന്ന് തൂക്കിയിടാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് വാഹനം ഉണ്ടെങ്കിൽ വാഹനത്തിലത് ചാർത്താം. അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ കലണ്ടറൊക്കെ ഇടുന്നില്ലേ മുൻഭാഗത്ത്, ആ ഭാഗത്ത് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ചാർത്തിയിടുന്നതിൽ തെറ്റൊന്നുമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കന്നിമൂലയ്ക്ക് കുഴിച്ചിടാം, അല്ലെങ്കിൽ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കാം. അല്ല, ചിത്രങ്ങളിലൊക്കെ ചിലർ കുറേ കാലം ഇങ്ങനെ ചാർത്തിയിട്ടേക്കണ കാണാം. അത് അഴുകി കരിഞ്ഞ് അങ്ങനെ കിടക്കുന്നതായിട്ടൊക്കെ കാണാം. അതൊന്നും പാടില്ല, അത് ഗുണകരമല്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അത് പ്രസാദമായിട്ട് ലഭിച്ചതാണ്, അതിനോടുള്ള കുറിക്കൂട്ടുകളാണ് നമ്മൾ സ്ഥിരമായിട്ട് ധരിക്കേണ്ടത്. ഇത് നമുക്ക് ഈ പൂക്കളൊക്കെ നമുക്കതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മാറ്റി ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെ. അർച്ചനയിലൊക്കെ പൂക്കൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാറില്ലല്ലോ. നമ്മളത് ഒഴുക്ക് വെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ കുഴിച്ചിടുകയൊക്കെ അല്ലേ ചെയ്യുന്നത്. ആ രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ.